കുട്ടികൾ വളർന്നു വരുമ്പോൾ പേരൻസിന് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അവർക്ക് ഏറ്റവും നല്ലൊരു സ്വഭാവം ഉണ്ടായി വരിക എന്നുള്ളത്. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നിടത്തോളം അവർ ചെയ്യും. ബട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സും മെഷർമെന്റ്സും നമ്മൾ ആ വളർന്നു വരുന്ന പ്രായത്തിൽ എടുത്തില്ല എങ്കിൽ അവരുടെ സ്വഭാവം ഒരു നല്ല രീതിയിൽ അത് രൂപപ്പെടണമെന്നില്ല. കുട്ടികൾ വളർന്നു വരുന്ന കുഞ്ഞു പ്രായത്തിലെ അവരുടെ സ്വഭാവം ഏറ്റവും നല്ലതായിട്ട് രൂപപ്പെടാൻ വേണ്ടി യൂഷ്വലി പേരൻസ് ചെയ്യുന്നതാണ് അവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുന്നതിലൂടെയൊക്കെ അവരുടെ സ്വഭാവം നല്ലതായി വരുമെന്നുള്ളൊരു ധാരണയുണ്ട്. അതിനും കഴിയും. ബട്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അവരെ കടത്തിവിടുന്ന സാഹചര്യങ്ങളും അവരോട് പെരുമാറുന്ന രീതികൾ. ഏറ്റവും കൂടുതൽ അവരിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും. സോ ആസ് പേരൻസ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസസും അവരെ കടത്തിവിടുന്ന ഓരോ സാഹചര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ അവരുടെ സ്വഭാവത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ്. എക്സ്പെഷ്യലി ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും സ്നേഹമുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരും മറ്റുള്ളവരോട് കമ്പാഷനേറ്റ് ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയുന്ന വ്യക്തികൾ മാത്രമാണെങ്കിൽ അതൊരു 10-15% അവരുടെ ബ്രെയിനിൽ അത് രജിസ്റ്റേർഡ് ആകും. ബട്ട് നിങ്ങളെ അവർ കാണുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് കമ്പാഷനേറ്റ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ഭയങ്കര കൈൻഡായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാഴ്ചയിലൂടെ രജിസ്റ്റർ ചെയ്ത മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. കുട്ടികളെ വളർത്തിയെടുക്കുന്നത് വളരെ വലിയ ചടങ്ങ് ഉള്ള പരിപാടിയാണെന്ന് പലരും പറയുന്നുണ്ട്. അത് ചടങ്ങാകുന്നത് നമ്മൾ ലഞ്ച് ബോക്സ് കിട്ടുന്നതോ അവരെ ഡ്രസ്സ് മേടിക്കുന്നതോ അതൊന്നുമല്ല. ആക്ച്വലി നമ്മൾ അപ്പോൾ ബിഹേവ് ചെയ്യേണ്ട, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതുവരെയൊന്നും ഇങ്ങനൊന്നും ബിഹേവ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുകയും നല്ലൊരു എക്സാമ്പിൾ കാട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയിലിരിക്കണം. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.